ഈയിടെ നമ്മൾ കോമൺ ആയി കേൾക്കുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം. ഈ കോവിഡ് പാൻഡമിക് സമയത്ത് ക്വാറന്റൈൻ ഇരുന്നും ജോലി നഷ്ടപ്പെട്ടും വീട്ടിൽ തന്നെ ഇരുന്നും ഒത്തിരി ആളുകൾ സ്ട്രെസ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഡിപ്രഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഒരു കാര്യത്തിൽ വിഷമിക്കുന്നു, മൂഡ് ഓഫ് ആവുന്നു അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുന്നു എന്ന് പറയുന്നതല്ല ഡിപ്രഷൻ. വിഷമം വേറെ, ഡിപ്രഷൻ വേറെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഓം പ്രിയ. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഡിപ്രഷൻ അടിമപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 40 സെക്കൻഡിൽ ഒരു ആത്മഹത്യ നടക്കുന്നു എന്നതാണ്. ഇത്രയേറെ പേര് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഡിപ്രഷൻ ഉണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ചില ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് മുന്നേ എന്തെല്ലാം കാര്യത്തിലാണോ സന്തോഷിച്ചിരുന്നത് അല്ലെങ്കിൽ സന്തോഷം കിട്ടിയിരുന്നത്, ആ കാര്യത്തിലൊന്നും ഇപ്പോൾ സന്തോഷം കിട്ടുന്നില്ല എന്നതാണ്. ഉദാഹരണത്തിന്, പണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നു, ഇപ്പോൾ അതില്ല. ഇനി യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ അതിലും താല്പര്യമില്ല. മൊബൈലിൽ കളിക്കുക, TV, സിനിമ കാണുക, ഐസ്ക്രീം കഴിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതിപ്പോൾ കിട്ടുന്നില്ല. ഒന്നിലും ഒരു താല്പര്യമില്ല. ബ്ലൂമി ആയിട്ടിരിക്കുക, ഒറ്റയ്ക്കൊരു റൂമിൽ തന്നെ ഇരിക്കാൻ തോന്നുക, എവിടെയും പോവാനോ ആരോടെങ്കിലും സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ ആവുക, എല്ലാത്തിനോടും വെറുപ്പും ദേഷ്യവും തോന്നുക, എന്തിന് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും പറ്റാതെ ആവുക. ഇങ്ങനെ ഒരു ദിവസമോ 2 ദിവസം ഉണ്ടാവുന്നതിനെയല്ല. ഈ സ്വഭാവം നമുക്ക് 2 ആഴ്ചയിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഡിപ്രഷനുള്ള സാധ്യതയാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര സങ്കടം തോന്നുക, ഒറ്റപ്പെട്ടിരിക്കാൻ തോന്നുക, ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാവുക, ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതും ഒരു ഡിപ്രഷൻ സാധ്യത തന്നെയാണ്. ഈ ലക്ഷണങ്ങളെല്ലാം നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകും. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും നിങ്ങളെ വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ഫുഡ് ഹാബിറ്റിലെ ചേഞ്ചസ് ആണ്. സാധാരണ ആളുകൾക്ക് 1-2 നേരം ഫുഡ് സ്കിപ്പ് ചെയ്താൽ തന്നെ ഒത്തിരി വിശപ്പും ക്ഷീണവും കാണും. പക്ഷേ ഡിപ്രഷനുള്ള ആളുകളിൽ ഒന്നുകിൽ പതിവിൽ കവിഞ്ഞ രീതിയിൽ ഫുഡ് കഴിക്കാൻ തോന്നും. അവർക്ക് എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. അതേപോലെ തന്നെ ചിലരിൽ കാണുന്നത് ഒട്ടും ഫുഡ് വേണ്ട എന്ന അവസ്ഥയാണ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എല്ലാം സ്കിപ്പ് ചെയ്താലും വിശപ്പ് തോന്നില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ഇടയ്ക്ക് വിഷമമുള്ളപ്പോഴോ ടെൻഷൻ ഉള്ളപ്പോഴോ ഉണ്ടാവും. ബട്ട് ഇത് തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്നതാണ് നമ്മളൊരു ഡിപ്രഷൻ ലക്ഷണമായിട്ട് പറയുന്നത്. ഫുഡിലുണ്ടാവുന്ന ഇതേപോലത്തെ ഇറഗുലാരിറ്റി നമുക്ക് ശരീരത്തിലും കാണാൻ പറ്റും. ഒന്നുകിൽ വെയിറ്റ് കൂടും, അമിതവണ്ണമാകും, അല്ലെങ്കിൽ ഒത്തിരി വെയിറ്റ് ലോസ് കാരണം മെലിഞ്ഞു പോകുന്നതും കാണും. ഇതിൽ കൂടുതൽ ഡിപ്രഷനുള്ള ആളുകളിൽ കാണിക്കുന്നത് ഭക്ഷണം കുറച്ച് കഴിക്കുന്നതും മെലിയുന്നതുമാണ്. അതേപോലെ തന്നെയാണ് ഉറക്കവും. ചിലർ ഒന്നുകിൽ അമിതമായിട്ട് ഉറങ്ങും. അവർ രാത്രി 10 മണിക്ക് ഉറങ്ങി രാവിലെ 6 മണിക്ക് എണീച്ചാലും, അതായത് അവർക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടിയാലും വീണ്ടും പകൽ സമയത്ത് അവർ ഒത്തിരി ഉറങ്ങും. ഇവർ എത്ര തന്നെ ഉറങ്ങിയാലും ആ ഉറക്കക്ഷീണം അതേപോലെ കാണുകയും ചെയ്യും. ഇനി ഉറക്കക്കുറവ്. അവർ രാത്രി 10 മണിക്ക് തന്നെ കിടന്നാലും 1 മണിയായാലും അവർക്ക് ഉറക്കം കിട്ടില്ല. ഉറക്കക്ഷീണം എത്ര ഉണ്ടെങ്കിലും തന്നെ അവർക്ക് പകൽ ഉറങ്ങാനും പറ്റില്ല. ദിവസവും 1-2 മണിക്കൂർ മാത്രമേ ഇവർ ഉറങ്ങുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ടെൻഷനോ വിഷമോ ഉള്ളപ്പോൾ ഇത് സംഭവിക്കാം. പക്ഷേ തുടർച്ചയായി ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും ഒരു ഡിപ്രഷൻ ലക്ഷണമാണ്. പിന്നെ ഉള്ളത് ഇവർക്ക് സെൽഫ് ലവ്, സെൽഫ് കെയർ, സെൽഫ് റെസ്പെക്റ്റ് എല്ലാം കുറയും. എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, എനിക്കാരെയും ഇഷ്ടമില്ല, ഈ സമൂഹത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ആർക്കും എന്നെ വേണ്ട, ഈ ഭൂമിക്ക് തന്നെ ഞാൻ ഒരു ഭാരമാകുന്നു, ഇങ്ങനെ തുടങ്ങി ഒത്തിരി നെഗറ്റീവ് ചിന്തകൾ മാത്രമായിരിക്കും ഇവർക്കുണ്ടാവുക. ഈ ചിന്തകളാണ് അവരെ ആത്മഹത്യ പ്രവണതയിലേക്ക് നയിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്നത് അവർക്ക് കോൺസെൻട്രേഷൻ കുറയുക എന്നതാണ്. അതായത് ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൽ തന്നെ ഒത്തിരി നേരം ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ TVയോ സിനിമയോ കാണുമ്പോൾ അതിലും ഒത്തിരി നേരം ശ്രദ്ധിക്കാൻ പറ്റില്ല. അവരുടെ ചിന്തകൾ എവിടെയോ എത്തും. അവരുടെ ഈ ചിന്തകൾ കാരണം അവർ ഒന്നിലും ഒത്തിരി നേരത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതുപോലെ തന്നെയാണ് മെമ്മറി ലോസ്, മറവി ഉണ്ടാവുക. ഉദാഹരണത്തിന് അവരുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ പേര് പോലും മറക്കുക. അതേപോലെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ഡേറ്റ്സ്, വെഡ്ഡിങ് ഡേറ്റ്സ് അവർ മറക്കും. അവർ ഈ മറവി വല്ലാതെ കൂടുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കുറയുകയും ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ ലക്ഷണങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നാണ്. പിന്നെ ഒരു കാര്യം അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നതാണ്. അതായത് അവർ ഏത് മേഖലയിൽ എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് പണ്ടത്തെ പോലെ പ്രൊഡക്റ്റീവായി ചെയ്യാൻ പറ്റാതിരിക്കുക. അത് അവർക്ക് തന്നെ മനസ്സിലാവും. അവർ പണ്ടത്തെ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം. സോ ഇതെല്ലാമാണ് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ. ഇനി എന്താണ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണം അവരുടെ നഷ്ടബോധമാണ്. ഇതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹവും അംഗീകാരവും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന
മാനസികാവസ്ഥയാണ് അവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ കാണുന്നത് ടീനേജേഴ്സിലും യങ്സ്റ്റേഴ്സിലുമാണ്. അതിന് ഏറ്റവും വലിയ കാര്യം ലവ് ഫെയിലിയർ തന്നെയാണ്. പിന്നീടുള്ള കാര്യം ചെറുപ്പം മുതലേ ഉണ്ടാകുന്ന നെഗറ്റീവ്സ് ആണ്. അത് ഫാമിലി മെമ്പേഴ്സിനോ ടീച്ചേഴ്സിനോ ഫ്രണ്ട്സിനോ കിട്ടുന്ന നെഗറ്റീവ് വൈബ്സ് ആണ്. അതായത് നിനക്ക് കഴിവില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല, നിനക്ക് ബുദ്ധിയില്ല എന്നെല്ലാം പലതവണ കേട്ട കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഡിപ്രഷൻ ആവുകയും അങ്ങനെ ഉണ്ടാകുന്ന ഡിപ്രഷൻ മറ്റുള്ളവരെക്കാളും സിവിയർ ആവുകയും നല്ല രീതിയിലുള്ള ചികിത്സ തന്നെ വേണ്ടി വരികയും ചെയ്യുന്നു. അല്ലാതെ ലവ് ഫെയിലിയർ കാരണം പെട്ടെന്നുണ്ടാകുന്ന ഡിപ്രഷൻ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് മാറ്റാവുന്നവയാണ്. സ്റ്റഡീസ് പ്രകാരം പാരമ്പര്യമായും ഡിപ്രഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. കണക്കുകൾ പ്രകാരം 30% ഡിപ്രഷനും പാരമ്പര്യമായി ഉണ്ടാവുന്നവയാണ്. പിന്നെ ഉള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുന്നതാണ്. അതായത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സാം ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് കഴിവില്ല, പഠിക്കാൻ പറ്റില്ല, ബുദ്ധിയില്ല എന്നെല്ലാം ചിന്തിക്കുക. മറ്റുള്ള ഫ്രണ്ട്സായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ ചിന്തിച്ചുണ്ടാകുന്ന ഡിപ്രഷൻ ഇത് കൂടുതലായും ടീനേജേഴ്സിലാണ് കാണുന്നത്. ഇനി നമുക്ക് ഡിപ്രഷൻ്റെ പരിഹാരങ്ങൾ എന്തെല്ലാം നോക്കാം. നാം ചെയ്യേണ്ടത് ശരീരവും ജീവിതവും ക്രമപ്പെടുത്തുക എന്നതാണ്. അതിന് ഉറക്കം ക്രമപ്പെടുത്തുക, എക്സസൈസ് ചെയ്യുക, ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും നടക്കുക, യോഗ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ മെഡിറ്റേഷനും ചെയ്യുക. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി നല്ല ഭക്ഷണശീലം ഉണ്ടാക്കുക. ധാരാളം ഇലക്കറികൾ, ഫ്രൂട്ട്സ്, പ്രോട്ടീൻസ് എല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി നിങ്ങളുടെ വീട്ടിലുള്ളവരായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക. പിന്നെ എത്ര വലിയ ഡിപ്രഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ചെറിയ സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ, സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അത് തന്നെ ആവർത്തിച്ച് ചെയ്യുക. ആളുകളായിട്ട് മാക്സിമം ഇടപെടുക. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങളുടെ ഉറക്കം ക്രമീകരിക്കുക. ജീവിതം ക്രമപ്പെടുത്തി ആവശ്യത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക. മൊബൈൽ ഫോൺ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. ഇനി സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് പോവുക. ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിലും കൺട്രോൾ ആയിട്ടില്ല എങ്കിൽ മാത്രമേ മെഡിസിൻ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇനി ഡിപ്രഷൻ ഒരു വലിയ അസുഖമല്ല, നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. പീസ് ഔട്ട്.